പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ മക്കളെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ബുധനാഴ്ച എല്ലാം കഴിഞ്ഞ് ഇന്നിപ്പോൾ നമ്മൾ 21-ാം നിയോഗ പ്രാർത്ഥനയിലാണല്ലോ. കർത്താവിൻ്റെ മക്കളെ, നല്ല സന്ദേശവും വചനവും ഒക്കെ എല്ലാം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. കരിക്കുറി പെരുന്നാളായിരുന്നു, ബുധനാഴ്ചയായിരുന്നു ഇന്നലെ. നല്ലതാണ്. കാരണം നല്ലതെന്ന് പറയാൻ കാരണം ഒരു വലിയൊരു രക്ഷയുടെ, വലിയൊരു നന്മയുടെ തുടക്കമാണ്. ദുഃഖവെള്ളിയിലൂടെ ഉയർപ്പ് ഞായറാഴ്ചയിലേക്ക് കടന്നു വന്നതാണ് നമ്മുടെ കർത്താവ്. ദുഃഖവെള്ളിയിലൂടെ, ദ വേ ഓഫ് ദ ക്രോസ്. കുരിശില്ലാതെ കിരീടമില്ലാവില്ല എന്നും സഹനമില്ലാതെ സൗഭാഗ്യമുണ്ടാകില്ല എന്ന് ഉള്ള പ്രാർത്ഥന എൻ്റെ അമ്മ റോസി ഒരു ജീവിക്കുന്ന വിശുദ്ധിയാണെന്ന് ഞാൻ പറയും. ആയിരുന്നു. മരിച്ചു, ഉടനെ സ്വർഗത്തിലെത്തി. ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ എൻ്റെ അടുക്കേണ്ടാവും അമ്മ. പ്രത്യേകിച്ച് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാപ്പോഴും ഉണ്ട്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പല പ്രാവശ്യം കണ്ടുണ്ട്. അമ്മ വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. അത് മറന്നുപോയാൽ അപ്പം ചവിട്ടിലോ എന്നങ്ങ് പറയും. അപ്പോൾ ഒരു വിശുദ്ധനായ, ഒരു വിശുദ്ധിയായി മാറിക്കഴിഞ്ഞാലുള്ള പ്ലസ്സാണ് ഈ കാണുന്നത്, കേൾക്കുന്നത്. ഹല്ലേലൂയ. മക്കളെ, ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണം. നമ്മൾ മരിച്ചാൽ എവിടെ പോകും? മരണമൊരു അന്ത്യമല്ല. മരണം എന്നുള്ളൊരു യാഥാർത്ഥികമാണ്. മരണത്തോട് ചേർന്നാണ് ഉടനെ വിധി. അതിനെയാണ് ധനതവിധി എന്ന് പറയുന്നത്. ഭൂമിയിൽ മാരകപാപം ചെയ്ത് ജീവിച്ച ഏതൊരു വ്യക്തിയും നിത്യനരകത്തിൽ പോകുന്നു. വരപ്രസാദ അവസ്ഥയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ നൊയമ്പ് നമ്മൾ ഇന്നലെ തീരുമാനമെടുത്തു. നമ്മുടെ ചില വാക്കുകൾ, നമ്മുടെ ചില ചിന്തകൾ, നമ്മുടെ പ്രവർത്തികളിൽ ഒരു കൺട്രോൾ ഉണ്ടാകണം. അവർ മനുഷ്യൻ്റെ ഒരു ഡെവലപ്മെൻ്റ് ആണ്. നല്ലൊരു ഡെവലപ്മെൻറ്റ് സെറ്റ് ചെയ്തെടുക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഈ 50 നോയമ്പിൽ നമുക്ക് എന്തും നേടാൻ പറ്റും. ഒരു വയലിൽ ഞങ്ങളൊക്കെ പണ്ട് കൃഷിക്കാരായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറവാണ്. നെൽവയൽ ഉഴുത് മറിച്ച് വീണ്ടും അവർക്ക് ഇട്ട് ഉഴുത് മറിച്ച് വീണ്ടും ഉഴുത് ചെരുപ്പ് അല്ലെങ്കിൽ ഞവരി കൊണ്ട് അതിനെ ലെവലാക്കി കഴിഞ്ഞിട്ടാണ് പാകമാകുമ്പോഴാണ് വിത്ത് അല്ലെങ്കിൽ ഞാറ് നടന്നത്. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ, ഹൃദയവിചാരങ്ങൾ, മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ, എളിമപ്പെടാൻ പറ്റാത്ത അവസ്ഥകൾ എല്ലാം മാറ്റം വരുത്താം നമുക്ക്. യെസ്, കൂടുതൽ തീരുമാനങ്ങൾ ഞാൻ തരുന്നില്ല. ഇത് മതി. എന്നെക്കൊണ്ട് സാധിക്കാത്തത് എന്താണ്? അത് ഈ ദിവസങ്ങൾ, ഈ നൊയമ്പ് കാലഘട്ടം നമ്മൾ ചിന്തിക്കണം. എന്നെക്കൊണ്ട് സാധിക്കാത്ത എന്താ കാര്യമാണ്? ഇതെന്നെക്കൊണ്ട് സാധിക്കുമെന്നുള്ള തീരുമാനം എടുക്കുക. ഒരു കൺട്രോള്. അപ്പോൾ ബാക്കി ദൈവം ഇടപെടും. പറയാറുണ്ട്, ദൈവം പാതി നമ്മൾ പാതി. ഞാനൊന്നും പറയാറില്ല കേട്ടോ. ഞാൻ 100% ആളാണ്. പക്ഷേ ഇപ്പം തന്നെ ഇതൊക്കെ പറയാൻ നേരമില്ല. കർത്താവേ, ധൂർത്തപുത്രൻ ഒന്ന് തിരിച്ചു വരാൻ വന്നപ്പോഴല്ലേ പിതാവ് ഓടിച്ചെന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെരുപ്പ് കൊടുക്കുന്നു, മോതിരം കൊടുക്കുന്നു, കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ലുന്നു. ഭയങ്കര വിരുന്ന്. ഒരു പാവിയുടെ മാനസാന്തരമാണ് അവിടെ കാണുന്നത്. നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ 10 സ്റ്റെപ്പ് കർത്താവ് എടുത്ത് വയ്ക്കും. നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ, നമുക്ക് ധ്യാനിക്കാം. മക്കളെ, നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുക. നമ്മുടെ ആ 2 നിയോഗം ഉണ്ടല്ലോ, നിയോഗ പ്രാർത്ഥനയിൽ സമർപ്പിച്ചിരിക്കുന്ന നിങ്ങൾക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ആ 2 കാര്യം സമർപ്പിക്കുക. ഒപ്പം നമ്മുടെ ബഥേൽ മാതാവിൻ്റെ ധ്യാന കേന്ദ്രവും മാതാവിൻ്റെ ഗ്രോട്ടോയുടെ വർക്ക് ഇന്ന് 2ാം ദിവസം പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് നടക്കുകയാണ്. 2ാം ദിവസം. അപ്പോൾ ഇന്ന് 2ാം ദിവസം പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ആ സഹോദരനെ ജെയ്സനെ തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 13ാം തീയതി താമസിച്ചുള്ള ധ്യാനത്തെ സമർപ്പിക്കുന്നു. ബുക്ക് ചെയ്ത മക്കൾ തടസ്സങ്ങളില്ലാതെ, മടിയില്ലാതെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ധ്യാനത്തിന് വരട്ടെ. മക്കളെ, ധ്യാനത്തിന് ബുക്ക് ചെയ്യാനും അതോടൊപ്പം അതിന് ബുക്ക് ചെയ്തവരെയും
ധ്യാനത്തിന് വരാൻ ദൈവം ആഗ്രഹിക്കുന്ന മക്കൾ തടസ്സമില്ലാണ്ട് എത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഇവിടെ വന്നാൽ രക്ഷപ്പെടും. അറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടി പിശാച് നോക്കും. നമ്മുടെ പ്രാർത്ഥന മാത്രമാണ്, നമ്മുടെ പ്രാർത്ഥന മാത്രമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മരുന്ന്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. സ്തുതിക്കും മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇതാ ഈ മക്കളുടെ 2 നിയോഗങ്ങളെ എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കണമേ കർത്താവേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ ഭവനത്തിന് വേണ്ടി, നമ്മുടെ ശുശ്രൂഷകൾക്ക് കർത്താവേ, വരാൻ പോകുന്ന 13-ാം തീയതി താമസമുള്ള ധ്യാനവും 16-ാം തീയതി വൺ ഡേ ധ്യാനവും കർത്താവേ, തൈക്കൽ കൺവെൻഷൻ, ചേർത്തലയ്ക്ക് അർത്തുങ്കലിന് പുറത്തുള്ള തൈക്കൽ കൺവെൻഷൻ ഏപ്രിൽ 8 മുതലുള്ള ഈശോ നടത്തുന്ന ആ കൺവെൻഷനെ ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. ഈശോയെ, നിന്റെ മക്കൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കർത്താവേ. ആ പരീക്ഷകൾ ഉന്നത വിജയം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ മക്കളെയും ആശ്രയിക്കുക, ആത്മീയതയിൽ നിലനിൽക്കട്ടെ, ആത്മീയമായിട്ട് വളരട്ടെ, വിശുദ്ധിയിൽ വളരട്ടെ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. സ്തുതിക്കും മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കടഭാരമുള്ള മക്കളുടെ കടഭാരം മാറ്റണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ കർത്താവേ. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടത്തി കൊടുക്കണം കർത്താവേ. വീടില്ലാത്തവർക്ക് വീട് കൊടുത്ത് അനുഗ്രഹിക്കണം കർത്താവേ. മത്സ്യത്തൊഴിലാളികൾക്ക് നല്ല തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണം. കടൽ അനുഗ്രഹിക്കണം. ധാരാളം മത്സ്യങ്ങൾ അവിടെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൃഷി ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണം. വിദേശത്ത് ജോലി ചെയ്യുന്നവരെയും വിദേശത്ത് പഠിക്കുന്നവരെ അനുഗ്രഹിക്കണം. അവർക്ക് തൊഴിലും കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. സ്തുതിക്കും മക്കളെ. ഹല്ലേലൂയ. ഒന്ന് കണ്ണുകൾ അടച്ച് ഹൃദയം തുറന്ന് മനസ്സ് കർത്താവിലേക്ക് ഉയർത്തി സ്തുതിക്കും മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ മേൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് നിയോഗമാണോ അവിടെയെല്ലാം യേശുവിൻ്റെ പരിശുദ്ധ രക്തം ഒഴുകട്ടെ. യേശുവിൻ്റെ ബലമതിക്കാൻ പറ്റാത്ത പരിശുദ്ധ രക്തം മക്കളെ ഒഴുകിയാൽ അവിടെ എല്ലാ ബന്ധനങ്ങളും മാറും. തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ, അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ. തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ, ബന്ധനങ്ങൾ മാറട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്മേൽ ഈശോ അനുഗ്രഹിക്കപ്പെടുവനാകുന്നു. പരിശുദ്ധ പറയുന്നവരെ എൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും അവരുടെ സമയത്ത് തമ്പുരാന്റെ അപേക്ഷിച്ചോളമേ. ആമേൻ. നിത്യം പിതാവിൻ പുത്രനും പരിശുദ്ധാത്മാവിൻ സ്തുതി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.